എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ. ഫ്രഷായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഗ്രേപ്സും ഞാൻ ഇവിടുന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള കുറച്ച് മൽബറിയും ചേർത്തുള്ള ഒരു ജ്യൂസാണ്. ഇത് ഉഗാണ്ടയിൽ തന്നെ ഉണ്ടായതാണ്, ഒരാൾ തന്നതാണ്. അപ്പം എന്താണെങ്കിൽ പോലും ഒരു ശക്കലം ചെറിയ ചൂടോടെയുള്ള വെള്ളം ഒഴിച്ച് ഞാൻ വെക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ്. അതിന് ശേഷമാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളമൊന്നും വേണ്ട, മരുന്നൊന്നും അടിച്ചതല്ല. എന്നാൽ പോലും കുറച്ച് പ്രാണികളൊക്കെ പറ്റുമല്ലോ എന്തായാലും. അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ 5 മിനിറ്റ് നേരം വെക്കുന്നുണ്ട് രണ്ടിലും. എന്നിട്ടത് ആ വെള്ളം കളഞ്ഞെടുത്തിട്ട്, ഇത് മൽബറി എന്ന് പറഞ്ഞാൽ ഇത് പഴുത്തത് മാത്രമല്ല, പഴുത്തത് മാത്രമാകുമ്പോൾ വല്ലാണ്ട് മധുരിക്കും. അതുകൊണ്ട് കുറച്ച് പഴുത്ത് വരുന്നതും കുറച്ച് വിളവായതും ഒക്കെ കൂടെ ചേർത്തൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടും തന്നെ പുളിപ്പുണ്ടാകില്ല. അപ്പോൾ ഇതിന് ചേർക്കേണ്ട സാധനങ്ങളാണ്: ഒരല്പം ജിഞ്ചർ ചേർക്കണം, ശകലം സോൾട്ട് ചേർക്കണം, പിന്നെ മധുരത്തിന് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം. ഇപ്പം ഞാനൊരല്പം ഷുഗറും ഒരല്പം ഹണിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഒരെണ്ണം ഇടാം, ഇഷ്ടമുള്ളവർക്ക്. ഇപ്പം ഞാനതിനകത്തേക്കിട്ട് ചതയ്ക്കുന്നില്ല, ഞാനത് കീറി ഇത് ജ്യൂസിനകത്തേക്ക് ഇടുകയാണ്, രണ്ടായിട്ട് മുറിച്ചിട്ട്. അപ്പം ഹണി കുറച്ച് ഒഴിക്കുന്നുള്ളൂ, കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ സോൾട്ട് ഇതിനകത്തേക്കിട്ട് അടിച്ചെടുക്കാം. പിന്നെ ചിയ സീഡ്സ് ഒന്നും നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ നിർബന്ധമായും ചേർക്കണം, കാരണം ആ ഒരു ടേസ്റ്റ് വരാൻ. ഇത് എന്നിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് അരിച്ച് കൊണ്ടുവന്നതാണ്. അരിച്ചതിന് ശേഷം ഒരല്പം ലൈം ജ്യൂസ്, ഒരു ടേബിൾ സ്പൂണൊന്നും വേണ്ട, 1 ടീസ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കളർ കുറച്ചൊന്ന് ചേഞ്ച് ആകും. അതും കൂടെ വന്നെങ്കിൽ മാത്രമേ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമുക്ക് ഐസ് വേണമെങ്കിൽ ഐസ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഐസും കൂടി ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലാണ് ജ്യൂസിന് എപ്പോഴും ടേസ്റ്റ് വരുന്നത്. അപ്പം കുറച്ച് ഐസ് ഇട്ടിട്ട് നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിനകത്തേക്ക് മാറ്റാം. പുതിനയുടെ ഇല ഇതിനകത്തേക്കിട്ട് അടിച്ചെടുക്കണ്ട, ഒന്ന് പതുക്കെ ചതച്ചിടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറിനൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് പുതിനയുടെ ഇല 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് പിച്ചി ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മേളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വെച്ചിരുന്നാലും മതി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ജ്യൂസ്. ഇത് ഫ്രഷായിട്ടുള്ള ജ്യൂസായതുകൊണ്ട് ഇതിൻ്റെ കളറും ഒക്കെ ഒരു നല്ല കളറാണ്. ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ കളറൊക്കെ ഇത് പിടിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫ്രഷായിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും സേഫായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.